കരുണാനാഥം പ്രോഗ്രാം കാണുന്നതിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് ഒരുക്കത്തോടുകൂടെ ആയിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ഈ ചാനൽ മാറ്റാതെ ഈ പ്രോഗ്രാം കാണുവാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. മാറ്റമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളിലൂടെ അനേകർക്ക് ഇന്നും ആശ്വാസവും വിടുതലും സമാധാനവും നന്മയും ഒക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപകൾ ധാരാളം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സുകളിൽ സമാധാനമില്ലാത്തവരായി, അസ്വസ്ഥരായി, ജീവിതത്തിൽ പല തരത്തിലുള്ള വേദനകളോടെ, നിരാശകളോടെ, മനോഭാരങ്ങളോടുകൂടെ കഴിച്ചുകൂട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവസന്നിധിയിലേക്ക്, സർവേശ്വരൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെല്ലാറ്റിനും ഒരു പരിഹാരം, ആശ്വാസമൊക്കെ ലഭ്യമാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അനേകം വ്യക്തിജീവിതങ്ങൾ പ്രാർത്ഥനയാൽ ദൈവത്തിൽ നിന്നുള്ള വിടുതലുകളും സമാധാനവും രക്ഷയും സന്തോഷവും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മേൽ ജയമെടുക്കുന്നവരായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ദൈവദിനത്തിൽ നിന്ന് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് കൊലോസ്യ ലേഖനത്തെ ആധാരമാക്കി ചില കാര്യങ്ങളാണ് സംസാരിക്കാം എന്ന് കരുതുന്നത്. ഓരോ വ്യക്തികളും അവരുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പലതരത്തിൽ ആത്മീകമായി വളർച്ച പ്രാപിക്കുവാനും ആത്മീയ തലങ്ങളിൽ മുന്നോട്ട് വരുവാനും ഉള്ള പ്രവണത മനുഷ്യൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ വിഭാഗങ്ങൾക്കകത്തും ആത്മീയതയ്ക്ക്, ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം നൽകി ദൈവത്തെ അന്വേഷിക്കുന്നവരായി, ഈശ്വരാന്വേഷികളായിട്ട് മാറുന്ന ഒരു സമൂഹത്തെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും എവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നോക്കുക, ഈ ദിവസത്തിൽ അപ്രകാരമുള്ള ആത്മീയ വർധനവിലേക്ക് കടന്നു വരുവാൻ ഉതകുന്ന ചില ബൈബിളിലെ ആധാരമായിരിക്കുന്ന വചനങ്ങളെയാണ് നമ്മൾ ഇനിയുള്ള എപ്പിസോഡുകൾ, 1-2 എപ്പിസോഡുകളിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നു: ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്കും ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസാണ് കൊലോസ്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതിയത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൊലോസ്യയിൽ സഭ സ്ഥാപിതമായത് എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെയാണ്. എപ്പഫ്രാസ് എന്ന് പറയുന്ന ആൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പൗലോസ് ലീഗായിലൂടെ കേൾക്കുവാനിടയായി. അങ്ങനെ പൗലോസ് ലീഗ മുഖാന്തരം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരാളാണ് എപ്പഫ്രാസ്. അദ്ദേഹം കടന്നുപോയി കൊലോസ്യയിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സ്ഥാപിതമായ യേശുവിൻ്റെ സുവിശേഷം പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അവിടെ സ്ഥാപിതമായ സഭയാണ് കൊലോസ്യയിലെ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കൊലോസ്യ സഭ ഇങ്ങനെ ആത്മീയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൊലോസ്യ സഭയ്ക്കകത്ത് ഒരുപാട് ദുരുപദേശങ്ങൾ കടന്നു വരുവാൻ തൊക്കെ ഇടയായി. കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായി, ദൈവവചനത്തിന് വിരുദ്ധമായ രീതിയിൽ പല വിധത്തിലുള്ള ദുരുപദേശങ്ങൾ കടന്നു വന്നതായി കാണുന്നു. അതായത് ഒരുതരം ജ്ഞാനവാദം എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാറ്റിനും പുറത്തൊരു പ്രത്യേക തരത്തിലുള്ള ജ്ഞാനം മനുഷ്യന് ആവശ്യമാണെന്നും പഴയ നിയമത്തിലെ ന്യായപ്രമാണമെല്ലാം അതിൻപടി അനുസരിക്കേണ്ടതും ആവശ്യമാണ് എന്നും, പിന്നെ ചില കാര്യങ്ങളെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും വിട്ട് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും ഉപദേശങ്ങളും ആ സഭയ്ക്കകത്ത് കയറി വരുവാനും വിശ്വാസികളിടയിൽ അത് കലക്കവും അസ്വസ്ഥതയും ഉണ്ടാക്കാനൊക്കെ കാരണമായി തീർന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആ സഭയ്ക്കകത്ത് കുടിയേറിയിരിക്കുന്ന ദുരുപദേശങ്ങൾ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങൾ, പലതും ഇല്ലാത്തതിനും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ദുരുപദേശം കടന്നു വരുന്ന സാഹചര്യത്തിൽ കാരാഗ്രഹത്തിൽ ജയിലിലായിരിക്കുന്ന, സുവിശേഷ നിമിത്തം ജയിലിലായിരിക്കുന്ന പൗലോസ് ലീഗായോട് ഈ എപ്പഫ്രാസ് എന്ന കൊലോസ്യ സഭയെ സ്ഥാപകൻ താൻ ഈ കാര്യങ്ങളെ പൗലോസിനെ അറിയിക്കുന്നത് കാണുന്നു. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹം തനിക്ക് ലഭ്യമായ ദൈവിക വെളിപ്പാടുകളെ, ദൈവിക ബോധ്യങ്ങളെ കൊലോസ്യ സഭയ്ക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന ലേഖനമാണ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം. എന്നാൽ അത് AD 60-61 കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടതായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്.
അതേസമയം തന്നെ എഫേസ്യർക്ക് ലേഖനവും കൊലോസ്യർക്ക് ലേഖനവും തമ്മിൽ നമ്മൾ ഒരു പഠനം നടത്തുമ്പോൾ രണ്ടിൻ്റെയും ഒരു വ്യത്യസ്തമായ അനുഭവത്തെ കാണാൻ കഴിയുന്നത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ലേഖനങ്ങളുടെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നു. ലേഖനങ്ങളുടെ രാജ്ഞി. അതിനകത്ത് സഭയെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പാടുകൾ വിശുദ്ധ പൗലോസിന് ലഭിച്ചിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണും. അതായത് ശരിക്കും നമ്മൾ ആലങ്കാരികമായി പറയുമ്പോൾ സഭയെ, ക്രിസ്തുവിൻ്റെ സഭയെ ഒരു ശരീരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ശരീരത്തെക്കുറിച്ച് അല്ലെങ്കിൽ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകളെല്ലാം എഫേസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അതേസമയം കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ശിരസിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ശരീരത്തിൻ്റെ തലയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതായത് സഭ ശരീരമായിരിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ ശിരസ്, തല എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സഭയുടെ തലയെക്കുറിച്ച്, സഭയുടെ ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായി അനേകം കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട്, ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൊലോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ വ്യക്തമാക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ പ്രാധാന്യത, അതിനകത്ത് ക്രിസ്തുവിനെ തരം താഴ്ത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ദുരുപദേശങ്ങൾ കയറി വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവികത്വം, ക്രിസ്തുവിൻ്റെതാകുന്ന കരുതൽ, രക്ഷ, അവിടെ നമുക്ക് നൽകുന്ന അവിടുത്തേതാകുന്ന വിടുതലുകളെ ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ അനേകം ദൈവിക ബോധ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കൊലോസ്യക്കാർക്കുള്ള വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അനേക ഉപദേശങ്ങളിൽ ഒരു കാര്യമാണ് 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അപ്പോൾ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കൈക്കൊണ്ടതുപോലെ തന്നെ അവിടം കൊണ്ട് തീരുന്നില്ല. യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ ആത്മീയ ജീവിതം അവസാനിക്കുന്നില്ല. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് യേശുവിലും ഒരു വിശ്വാസമുള്ളത് കൊണ്ട് തീരുന്നതല്ല ആത്മീക ജീവിതം. പിന്നെയോ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ, സ്വീകരിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന ഒരു ആഹ്വാനം, ഒരു പ്രബോധനം, ഒരു ദൈവിക ബോധ്യത്തെ കൊലോസ്യയിലുള്ള സഭയ്ക്ക് വേണ്ടിയിട്ട് പൗലോസ് ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഉപദേശിക്കുന്നതായി കാണുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം, അതിന് മുമ്പുണ്ടായിരുന്ന അനുഭവം എന്താ? ഓരോ വ്യക്തികളുടെ ജീവിതത്തെയും നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായും കർത്താവായും ഗുരുവായും സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ക്രിസ്തുവിന് മുമ്പുള്ളത് ഒന്ന്, ക്രിസ്തുവിന് പിൻപുള്ളത് മറ്റൊന്ന്, അങ്ങനെ രണ്ടായി മാറ്റപ്പെടുന്നത് കാണുന്നു. ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് പിൻപെന്നും. യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള മനുഷ്യ അവതാരം തന്നെ, മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് തന്നെ ചരിത്രത്തെ രണ്ടായി മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് പിൻപെന്നും. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഒരു മനുഷ്യൻ വ്യക്തിപരമായി സ്ത്രീയോ പുരുഷനോ ജാതി മത വർഗ വിവേചനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവായും കർത്താവായും ഗുരുവായും സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതവും രണ്ടായി തിരികെയാണ്, അവൻ്റെ ചരിത്രം തന്നെ മാറുകയാണ്, ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് പിൻപെന്നും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു സമയത്ത് എനിക്ക് തോന്നിയതുപോലെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി, എൻ്റെ ഗുരുവായി, എൻ്റെ കർത്താവായി, എൻ്റെ മേൽ കർത്തൃത്വമുള്ളവനായി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അനേകം ചിന്തകളും അനുഭവങ്ങളും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വരാനിടയായി. അന്ന് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയ ഒരു കാര്യം, കുറേ കൂടെ കാലത്തിന് മുമ്പ്, കുറേ കൂടെ വർഷങ്ങൾക്ക് മുൻപ് ഈ യേശു എൻ്റെ ജീവിതത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവായി എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നിരുന്നു എങ്കിൽ എത്ര സന്തോഷമായിരുന്നു. കാരണം ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ആശ്വാസം, കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ക്രിസ്തു രക്ഷിതാവായി എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രതികൂലത്തിൻ്റെയും എല്ലാ പ്രയാസങ്ങളുടെയും എല്ലാ ദുഃഖങ്ങളുടെയും നടുവിൽ ലഭ്യമാകുന്ന ആ ആത്മീക സന്തോഷം, സ്വർഗീയമായ ഒരു ആനന്ദം, ഒരു ചൈതന്യം, അത് മനസ്സിലാക്കുവാൻ മനുഷ്യ ബുദ്ധികൾക്ക് അപ്രമേയമായ ഒരു തരത്തിൽ, അതുല്യമായ വിധത്തിൽ അത് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇതാണ്: കുറേ കൂടെ നേരത്തെ ഈ യേശു എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പോൾ പ്രയാസങ്ങളും അതുവരെ ഓരോ കഷ്ടതകളെക്കുറിച്ചുള്ള ചിന്തകളും വ്യാകുലതകളും നിരാശയും കൊണ്ട് നിറഞ്ഞിരുന്ന ജീവിതത്തിൽ യേശു രക്ഷിതാവായി രക്ഷകനായി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ലഭിച്ച സന്തോഷം അവർണ്ണനീയമാണ്.
ആനന്ദമാണ്, ആവേശകരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ ആനന്ദമായി അനുഭവിക്കാനായിട്ട് കഴിയണം. ആത്മസന്തോഷം എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും ഒരുപക്ഷെ. അപ്പോൾ ആ ഒരു സന്തോഷം മറ്റൊരിടത്ത് നമുക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ആ ക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹം, ആ കർത്താവ് ജീവിതത്തിലേക്ക് വന്നതിലുള്ള ഒരു ആനന്ദം, സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം മറ്റുള്ളവരോടും അറിയിക്കണമെന്നുള്ള ഹൃദയത്തിൻ്റെ അടങ്ങാത്ത ഒരു വാഞ്ച, ഇത് ആദ്യകാലത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അത് കുറേ കഴിയുമ്പോഴേക്കും അത് ക്ഷീണിച്ച് ആ ഒരു നിലവാരത്തിൽ നമ്മൾ തണുത്തു പോകാനല്ല. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ സഭയിലെ വിശ്വാസികളോട് തന്നെ പറയുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, പക്ഷേ അതുപോലെ ആ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ഫെല്ലോഷിപ്പിൽ, കർത്താവിൻ്റെ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ നടക്കണം. അവിടെ കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്ക് ഇൻ ഹിം അല്ലെങ്കിൽ ലിവ് ഇൻ ഹിം എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അതായത് യേശുവിൽ നടക്കുക, യേശുവിൽ ചരിക്കുക, യേശുവിൽ വസിക്കുക, യേശുവിൻ്റെ കൂട്ടായ്മയിലായിരിക്കുക. ഒത്തിരി പേർ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, പലയിടങ്ങളിലും വച്ച് യേശുവിനെ രക്ഷിതായി സ്വീകരിക്കുന്നെന്ന് സാക്ഷിക്കുന്നുണ്ടാകാം, കരങ്ങൾ ഉയർത്തുന്നുണ്ടാകാം. അതോടെ തീരുന്നു പലരുടെയും ആത്മീക ജീവിതം. എന്നാൽ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി ഗുരുവായി, രക്ഷിതാവായി, കർത്താവായി സ്വീകരിച്ചുവെങ്കിൽ ആ ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ, ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു അനുഭവത്തിൽ, ക്രിസ്തുവിൻ്റെ ഒരു കൂട്ടായ്മയിൽ നടക്കണം എന്ന് പഠിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നോക്കുക, അനേകം ക്രൈസ്തവ വ്യക്തികൾ തന്നെ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ നടക്കുന്നുണ്ട്. പലരും യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചു എന്ന് അഭിമാനിക്കുന്നുണ്ട്, സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പലരും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, താങ്കൾ ആരായിരുന്നാലും യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വബുദ്ധിയാൽ ഏറ്റെടുക്കുമ്പോൾ, സ്വന്തം ബുദ്ധിയാൽ, മറ്റാരുടെങ്കിലും പ്രലോഭനത്താലോ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് ഒരു ക്രിസ്ത്യാനിയാക്കിയോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ ചേർക്കുന്നതിലല്ല കാര്യം. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പിന്നെയോ സ്വന്തം ഹൃദയത്തിൽ നിന്ന്, സ്വബുദ്ധിയാൽ, സ്വജ്ഞാനത്താൽ, ദൈവം തരുന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ കർത്താവായി തൻ്റെ ജീവിതത്തിൽ, രക്ഷിതാവായി തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ആത്മാനന്ദം, ആത്മചൈതന്യം, അതൊരു നിത്യാനന്ദം, ആ ഒരു ആത്മാവിലുള്ള ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ആനന്ദം ഉള്ളത്തിലേക്ക് വന്ന് നിറഞ്ഞു കവിയുമ്പോൾ ആ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നടക്കണം, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കണം എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ സൃഷ്ടികർത്താവിന് നല്ല ഉദ്ദേശങ്ങളുണ്ട്. അവിടെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നു ഈ കർത്താവ്. എല്ലാവർക്കും വേണ്ടി ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ആ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ എത്രത്തോളം നമുക്ക് നടക്കുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിനോട് നമുക്ക് വിരോധമില്ല, യേശുവിനെ നമുക്ക് വിരോധമില്ല, യേശുവിനോട് നമുക്ക് ഇഷ്ടമുണ്ട്, യേശുവിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടാകാം, യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടാകാം, യേശുവിൽ നമുക്കൊരു വിശ്വാസമുണ്ടാകാം. പക്ഷേ വ്യക്തിപരമായി ക്രിസ്തുവിനോടുള്ള ഒരു ബന്ധം നമുക്ക് എത്രയുണ്ട്? ക്രിസ്തു ഞങ്ങൾക്കാരാണ്? ക്രിസ്തു താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനത ചെലുത്തിയിട്ടുണ്ട്? ക്രിസ്തുവിനായി നിങ്ങൾ എത്ര സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്? ഇതൊക്കെയാണ് ഈ ആത്മീക ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പല ഘടകങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ? 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതുന്ന ആ ഭാഗത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയ്ക്കാണ്. യേശുവിൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിളി നമുക്ക് ലഭ്യമാകുന്നത് തന്നെ, ദൈവത്തിൻ്റെ വിളിയിൽ പല ഉദ്ദേശങ്ങളുണ്ട്. അതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്, യേശു ക്രിസ്തുവിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്, യേശു ക്രിസ്തുവിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്, ക്രിസ്തു യേശുവിൻ്റെ ഒരു ഫെല്ലോഷിപ്പിൽ, ആ ഒരു കമ്മ്യൂണിയൻ ലൈഫിലേക്ക്, ആ ഒരു കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്നെ നമ്മളെ വിളിക്കുന്നത് എന്ന് കാണും. അപ്പോൾ ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം, 1 യോഹന്നാന്റെ ലേഖനം അതിന് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതുമ്പോൾ ആ ലേഖനത്തിനകത്ത് താൻ പറയുന്നുണ്ട്, നോക്കുക, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോട് അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടൊപ്പം തന്നെ, ഞങ്ങളുടെ കൂട്ടായ്മ യേശു ക്രിസ്തുവിനോടൊപ്പമാണ് എന്ന്
അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ സാക്ഷിക്കുന്ന എന്താണ്? ഞങ്ങളുടെ കൂട്ടായ്മ യേശുവിനോടൊപ്പമാണ്. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. യേശുവിനോട് കൂടെ നടക്കുക, അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നല്ലൊരു സ്ഥലം, നല്ലൊരു സ്ഥാനം കൊടുത്ത് ഒരിടത്ത് കൊണ്ടുപോയി ഇരുത്തിയിരിക്കുക എന്നുള്ളതല്ല. യേശുവുമായിട്ട് സംസാരിക്കുക, യേശുവിൽ നിന്ന് കേൾക്കുക, യേശുവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കുക, ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക, യേശുവിൻ്റെ വചനങ്ങളെ മനസ്സിലാക്കുക. എന്താണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാം ആഴമായി മനസ്സിലാക്കുവാനും ആ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കുവാനുമാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ, ഞാൻ താഴ്മയും വിനയവുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോടൊപ്പം പഠിപ്പിൻ. 29-ാം വാക്യം. മത്തായി 11:28 പറഞ്ഞിരിക്കുന്ന വാക്യം ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അറിയാം, ക്രൈസ്തവർക്ക് പ്രത്യേകിച്ചും അറിയാം. അവിടെ ക്രിസ്തു പറഞ്ഞത് എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവർക്ക് ആശ്വാസം ലഭ്യമാണ്. അത് ഏത് ഭാരമായിരുന്നാലും, തൻ്റെ പാപത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യനായാലും, തൻ്റെ ജീവിത ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനായാലും, പാപഭാരമായാലും ജീവിതഭാരമായാലും മനോഭാരമായാലും ഏത് ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ വിളി കേട്ട് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് ആശ്വാസം ലഭ്യമാണെന്ന് കർത്താവ് യേശു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനേകം വ്യക്തികൾ ഈ നാളുകളിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആശ്വാസം പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ആശ്വാസവും സമാധാനവും ഒക്കെ പ്രാപിച്ചവർ, ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നവർ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. തുടർന്ന് 29-ാമത്തെ വാക്യത്തിൽ യേശു മത്തായി 11:29 കർത്താവ് തുടർന്ന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ നുകം ഏറ്റെടുക്കുക, എന്നോടുകൂടെ പഠിക്കുക. എൻ്റെ നുകം വളരെ മൃദുവാണ്, വളരെ ലഘുവാണ്, ഞാൻ വളരെ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വയ്ക്കുന്ന നുകവും താഴ്മയുള്ളതാണ്. ഇത് യേശു പറഞ്ഞത് വേറൊരു പശ്ചാത്തലത്തിലാണ്, ഒരു കോണ്ടെക്സ്റ്റിലാണ്. യേശു പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ധർമ്മശാസ്ത്രം, യഹൂദൻ്റെ ധർമ്മശാസ്ത്രം, യഹൂദ മതപ്രമാണികൾ അവർ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മതത്തിൻ്റെതായ കാര്യങ്ങൾ, ഭാരങ്ങൾ മനുഷ്യൻ്റെ ചുമലിൽ കെട്ടിവെക്കുന്നവരായിരുന്നു. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ധർമ്മശാസ്ത്രങ്ങൾ ഒരുപാട് മനുഷ്യൻ്റെ തലമേൽ ഒരു വലിയ ഭാരമായി കെട്ടിവെക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിനെതിരെ കർത്താവായ യേശു വളരെ ശക്തമായി സംസാരിച്ചിട്ടുണ്ട്, ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യനെ കൊണ്ട് ചുമക്കുവാൻ കഴിയാത്ത വലിയ വലിയ ഭാണ്ഡങ്ങളെ, വലിയ വലിയ ഭാരങ്ങളെ കെട്ടി അവരെ കൊണ്ട് ചുമപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു വിരൽ പോലും, ഒരു കൈയുടെ ഒരു വിരൽ കൊണ്ട് പോലും ആ ഭാരങ്ങളെ നിങ്ങൾ തൊടുന്നതുമില്ല. ജനങ്ങളുടെ മേൽ കുറെ ആചാര അനുഷ്ഠാനങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് തോന്നിവാസമായി ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്നുമില്ലേ? പബ്ലിക്കിൽ മനുഷ്യരുടെയിൽ പലതും പറഞ്ഞിട്ട് രഹസ്യമായി എന്തെല്ലാം കോമാളിത്തരങ്ങളും എന്തെല്ലാം പാപത്തിൻ്റെ മ്ലേച്ഛകരമായ അശുദ്ധിയുടെ മാർഗങ്ങളിൽ നടക്കുന്ന, ആധ്യാത്മികതയെ പ്രസംഗിക്കുന്ന അനേകം വ്യക്തി ജീവിതങ്ങൾ എല്ലാ മേഖലകളിലും ഇന്നും കാണുന്നുണ്ട്. അപ്പോൾ ജനത്തെ കൊണ്ട് അതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തങ്ങൾ തോന്നിയതുപോലെ നടക്കുന്നു. ഇതുപോലത്തെ മതത്തിൻ്റെ നേതാക്കന്മാർ അന്നും ഉണ്ടായിരുന്നു. അവർ ജനങ്ങളെ കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിപ്പിക്കുകയും വലിയ കാര്യങ്ങളെ, ഭാരങ്ങളെ മനുഷ്യൻ്റെ ശിരസിൽ കെട്ടിവയ്പ്പിക്കുകയും ചെയ്തിട്ട് തങ്ങൾ അതിലൊന്നും പെടാതെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്തിരുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായി ക്രിസ്തു സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ക്രിസ്തു പറയാണ്, നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ്. ഒരുപാട് ഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ട്, മതത്തിൻ്റെ ഭാരങ്ങളും ചുമക്കുന്നുണ്ട്, പലവിധത്തിലുള്ള സഭകളുടെ ഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ട്, വചനത്തിൽ ഇല്ലാത്തതായ പല കാര്യങ്ങളും കെട്ടിച്ചമച്ച് ആൾക്കാർ നിങ്ങളെ കൊണ്ട് ഭാരങ്ങൾ ചുമപ്പിക്കുന്നുണ്ട്. യേശു പറയാണ്, വരിക, ഞാൻ ഒരു നുകം നിങ്ങളുടെ മേൽ വെക്കുകയാണ്. എന്താണ് ഈ ഞാൻ എന്ന ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തു പറയുമ്പോൾ യേശു പറയാണ്, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നുകം വളരെ ലഘുവും മൃദുവുമാണ്. നിങ്ങൾ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ ആ നുകം ഏൽക്കുക എന്ന് പറയുമ്പോൾ ഒരു നുകത്തിൻ്റെ കീഴിൽ 2 കാളകളെ വെച്ച് കെട്ടുമ്പോൾ ആ കാളകൾ ഒരുമിച്ച് ഒരേ തലത്തിൽ നീങ്ങുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനകത്ത്, ക്രിസ്തുവിൻ്റെ വചനത്തിനകത്ത്, ക്രിസ്തു പഠിപ്പിക്കുന്ന ആ ധാർമ്മിക ഉപദേഷ്ടങ്ങൾക്കകത്ത് യേശു ക്രിസ്തുവിനോടൊപ്പം നാം നിൽക്കുമ്പോഴാണ് ആ കൂട്ടായ്മയിൽ നമ്മളായിത്തീരുന്നത്. അതിനെയാണ് ഒരു കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്, അതിനെയാണ് യോഗ എന്ന് പറയുന്നത്. ഒരുതരം യോഗ എന്ന് പറയുമ്പോൾ ആ ഒരു കമ്മ്യൂണിയൻ, യോഗ, ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, ഒരു ഏകാഗ്രതയിലേക്ക് വരുന്നത്. അതിന് കൃത്രിമ വഴികളും കുറുക്കു വഴികളും ഒന്നും തേടിയിട്ടല്ല, ദൈവത്തോട് നാം താരതമ്യപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തോടുള്ള യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് വരുവാനായി കൃത്രിമമായിട്ട് ഒരു എക്സർസൈസിൻ്റെയും ആവശ്യമില്ല. ചെയ്യേണ്ടത് ഇത്ര മാത്രം. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരിക, എന്നെ നുകം ഏറ്റെടുക്കുക, എന്നോട് ചേർന്ന് നിന്ന് പഠിക്കുക.
യേശു പഠിപ്പിക്കുന്നതിനെ പഠിക്കുവാൻ ഒരു വിനയമുള്ള ഹൃദയത്തോടുകൂടെ ശിരസ്സുകളെ നമസ്കരിച്ചുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് യേശുവിനോടുകൂടെ ചേർന്ന് നിൽക്കുക. യേശുവിനോടൊപ്പം നിൽക്കുമ്പോൾ യേശു പഠിപ്പിക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനെ ഫോളോ ചെയ്യുമ്പോൾ യേശുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുവാൻ കഴിയുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നടക്കുന്നത് തന്നെ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ ചരിക്കുന്നത് തന്നെ, ക്രിസ്തു പറയുന്നതനുസരിച്ച് നാം നടക്കുന്നത് തന്നെ, വാക്ക് ഇൻ ഹിം, അവനിൽ നടക്കുന്നത് തന്നെ അവനോടുള്ള കൂട്ടായ്മ എന്ന് വളരെ വ്യക്തമായി ബൈബിൾ അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു താൻ 12 പേരെ തിരഞ്ഞെടുത്തതായി കാണുന്നുണ്ട്. 12 പേരെ തൻ്റെ ശിഷ്യന്മാരായി, അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തു. ആ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ 3 പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ് അപ്പോസ്തലന്മാരെ കർത്താവായ യേശു 12 വരെ നിയമിച്ചത് എന്ന് വളരെ വ്യക്തമാകുന്നുണ്ട്. എന്താണ് അതിൻ്റെ പരമപ്രധാനമായ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ദേശം? ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നു യേശുവിനോടുകൂടെ ഇരിക്കുവാൻ. 2, യേശുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ. 3, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകേണ്ടതിന്, അത്ഭുതങ്ങൾ ചെയ്യേണ്ടത്, ജനങ്ങളുടെ മേൽ ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടതിനായിട്ട് ദൈവം 12 പേരെ നിയമിച്ചതായിട്ട് കാണുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ഇന്നത്തെ സുവിശേഷകന്മാർ അല്ലെങ്കിൽ യേശുക്രിസ്തു നിയമിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷ വേലക്കാർ അവിടുത്തെ വേലയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് 3 പരമപ്രധാനമായ ഉദ്ദേശങ്ങളെയാണ് ആ വാക്യങ്ങളിലൂടെ മർക്കോസ് വെളിപ്പെടുത്തുന്നത്. ഒന്നാമതായിട്ട് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക. 2, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ പ്രസംഗിക്കുക. 3, ജനങ്ങൾക്ക് പ്രയോജനകരമായ വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യുക, ഭൂതങ്ങളെ പുറത്താക്കുക, പൈശാചി ശക്തികളിൽ കുടുങ്ങിയിരിക്കുന്ന, ആഭിചാര കെട്ടുകളിൽ കുടുങ്ങിയിരിക്കുന്നവരെ സ്വതന്ത്രമാക്കുക, പലവിധമായ പ്രശ്നങ്ങൾക്കുള്ളിലിരിക്കുന്നവരെ സ്വതന്ത്രമാക്കുക, വിടുവിക്കുക, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക. നിർഭാഗ്യവശാൽ അനേകം വ്യക്തിജീവിതങ്ങൾ, എല്ലാവരുമല്ല, അനേകം വ്യക്തിജീവിതങ്ങൾ പ്രസംഗിക്കാനും ഇങ്ങനെയുള്ള വിടുതലിൻ്റെ അത്ഭുതത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നാൽ അത് അധികകാലം നിലനിൽക്കുകയില്ല. കാരണം ബേസിക്കായിട്ട് കർത്താവ് പറയുന്നത്, ഇതിനു മുമ്പ്, അതായത് നീ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ്, നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ ഇറങ്ങി ചാടി പുറപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുവുമായി കൂടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ആ ബന്ധമില്ലാതെ എത്ര പ്രസംഗിച്ചാലും എത്ര അത്ഭുതങ്ങൾ ചെയ്താലും അതെല്ലാം താൽക്കാലികമായി നൈമിഷികമായി തീരുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ഓരോ വ്യക്തികളെയും ക്രിസ്തു നിയമിക്കുമ്പോൾ, യേശു വിളിക്കുമ്പോൾ യേശുവിനോട് കൂടെ ഇരിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കൾ ഏത് വിധത്തിലുള്ള ഒരു വ്യക്തി ആയിരുന്നാലും ഈ സന്ദേശത്തിലൂടെ ക്രിസ്തുവിനൊരു ക്ഷണം തന്നിലേക്ക് നിങ്ങളുടെ മേൽ കടന്നു വരുന്നുണ്ട്. തന്നിലേക്കുള്ള ക്രിസ്തുവിനൊരു ക്ഷണം നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ആ ക്ഷണം സ്വീകരിച്ചവരായിരിക്കാം താങ്കൾ. ഒരുപക്ഷെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്ന ഒരാളായിരിക്കാം താങ്കൾ. ഒരു നിമിഷം സമയമെടുത്തൊന്ന് ചിന്തിക്കുമോ, എത്രത്തോളം ഞാൻ ഈ യേശുവിനോടൊപ്പം ഇരിക്കുന്നുണ്ട്? എൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് മാറി എന്നെ വിളിച്ചവനായ ആ കർത്താവിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് ഞാൻ എത്രത്തോളം ഈ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ വസിക്കുന്നു? എത്രത്തോളം യേശുവിനോടൊപ്പം എനിക്ക് ചലിക്കുവാൻ കഴിയുന്നുണ്ട്? യേശുവിനോടുകൂടെ നടക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്? ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിശയങ്ങൾ നടക്കുന്നുണ്ട്. അത് കർത്താവിനോട് കൂടെ ഇരിക്കുന്നു എന്നതിൻ്റെ മാത്രം ഒരു തെളിവായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ യേശുവിനോട് കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗത്തിനും അവൻ്റെ ശുശ്രൂഷകളിലും വിടുതലിൻ്റെ ശുശ്രൂഷകൾക്കകത്തും ഒരു പ്രത്യേകത നിശ്ചയമായും കാണുവാൻ കഴിയും. നിലനിൽക്കുന്ന ചില അതിശയ പ്രവർത്തികളെ കാണുവാൻ കഴിയും. ഒരുപക്ഷെ നാളെ നമുക്ക് പ്രസംഗിക്കാൻ കഴിയാതെ വന്നു എന്ന് വരാം. ഒരുപക്ഷെ നാളെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല എന്ന് വരാം. അപ്പോഴും യേശുവിൻ്റെ കൂടെ നമുക്ക് ഇരിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, അതാണ് ഏറ്റവും ഉദാത്തമായത്, അതാണ് ഏറ്റവും ഉന്നതമായത്. ക്രിസ്തുവിനെ പിരിഞ്ഞ് നമുക്ക് എന്താ ഉള്ളത്? നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം അവൻ മുഖാന്തരം, അവനാലും അവൻ നിമിത്തവും അത്രയെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തു ഒഴികെ ഒരു നന്മയില്ല. ക്രിസ്തുവില്ലെങ്കിൽ രക്ഷയില്ല. ക്രിസ്തുവില്ലെങ്കിൽ ആത്മരക്ഷ നമുക്ക് പ്രാപ്യമല്ല. ക്രിസ്തുവില്ലെങ്കിൽ നമുക്ക് വിടുതൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. ക്രിസ്തു ഇല്ല എങ്കിൽ നമുക്ക് മോക്ഷം ലഭ്യമല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. കാരണം യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി. അത്രയും യേശുവിനോടൊപ്പം നടക്കുക എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാകാം. പലപ്പോഴും നമുക്ക് കർത്താവിനോടൊപ്പം നടക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അത് മനുഷ്യ സഹജമായി നമ്മിൽ വന്ന വീഴ്ച, നമ്മുടെ ബലഹീനത നിമിത്തം പലപ്പോഴും ഈ പരിശുദ്ധനായ കർത്താവിനോട് പലപ്പോഴും നമുക്ക് നടക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആത്മാർത്ഥമായി നമുക്ക് ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ,
പലയിടങ്ങളിലും എനിക്ക് നിൻ്റെ കൂട്ടായ്മ നടക്കാൻ കഴിയാതെ പോയി, അങ്ങയോടൊപ്പം വസിക്കാൻ കഴിയാതെ പോയി, അങ്ങയുടെ വാക്കുകൾ ഏറ്റെടുക്കാൻ കഴിയാതെ പോയി. ലഘുവും മൃദുവുമായ അങ്ങയുടേതാകുന്ന തിരുവചനങ്ങളെ ഏറ്റെടുത്ത് നുകം ഏറ്റെടുത്ത് അങ്ങയോടുകൂടെ നടക്കാനോ അങ്ങയിൽ നിന്ന് പഠിക്കുവാനോ എനിക്ക് കഴിയാതെ പോയി. അങ്ങയുടെ കൂട്ടായ്മ ഞാൻ നഷ്ടപ്പെടുത്തിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വരുന്നുവെങ്കിൽ നിശ്ചയമായും അവിടുന്ന് നമ്മളെ വിടുവിക്കുവാൻ ശക്തനാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ സന്ദേശം നാം കേട്ടുകൊണ്ടിരുന്നല്ലോ. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ യേശുവിനെ കൈക്കൊണ്ടിട്ട് യേശുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ, യേശുവുമായി ചേർന്നിരിക്കുവാൻ, ഒരു നുകത്തിൻ്റെ കീഴിൽ കെട്ടിയ 2 കാളകളെപ്പോലെ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനാൽ നാം ബന്ധിതരായി യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവിടുത്തെ വചനപ്രകാരം നടക്കുവാൻ, ആ കൂട്ടായ്മയിൽ നമുക്ക് വസിക്കുവാൻ ഇടയായി തീരേണ്ടതിന് നമ്മുടെ ജീവിതങ്ങളെ ഒരു നിമിഷം ശോധന ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ കഴിയുമോ? എങ്കിൽ എത്ര നല്ലതായിരുന്നു. ഒരു നിമിഷം ചിന്തിക്കുക, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്നേഹത്തിൻ്റെ ഉറവിടമേ, ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, മനസ്സലിവിൻ്റെ ദൈവമേ, ലോകം ഞങ്ങളുടെ മേലെ വലിയ വലിയ ഭാരങ്ങൾ കെട്ടിച്ചുമത്തി വെച്ചപ്പോഴും ലഘുവായ മൃദുവായ അങ്ങയുടെ നുകം ഞങ്ങൾക്ക് തന്നുകൊണ്ട് അങ്ങയോട് ചേർന്നിരുന്ന് പഠിക്കുവാനായി ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ അടിയങ്ങൾ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ടിട്ട് യേശുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുവാനായി നാഥ അവിടെ ഞങ്ങൾക്ക് കൃപ തരണമേ. അടിയനോടൊപ്പം ഈ ശബ്ദം കേട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും കർത്താവിൽ വസിക്കുവാൻ, കർത്താവിൽ നടക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ചരിക്കുവാൻ നാഥ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരം നീട്ടി തൊട്ട് വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയോടൊപ്പം ഇരുന്നു കൊണ്ട് അങ്ങയുടെ വചനങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും പിന്മാറിയിരിക്കുന്നുവെങ്കിൽ, ദൈവസ്നേഹത്തിൽ നിന്ന് മാറിയിരിക്കുന്നുവെങ്കിൽ അവരെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരണമേ. ഈ ഒരു അവസരം അവർക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവമാണ് നൽകിയതെന്ന ബോധ്യത്തോടെ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ, ശുശ്രൂഷയിലേക്ക് മടങ്ങി വരുവാൻ, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ മടങ്ങി വരുവാൻ ഇപ്പോൾ ദയവായി അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞാൻ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുറവുകളെ ക്ഷമിക്കണമേ, അവരുടെ പാപങ്ങളെ നീക്കണമേ, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ, അവർക്ക് മനസ്സമാധാനം കൊടുക്കണമേ. യേശുവിനോടൊപ്പം നടക്കുവാൻ, യേശുവിൻ്റെ സ്നേഹം ആസ്വദിക്കുവാൻ, കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ സഹായിക്കണമേ. തുടർന്ന് നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ സന്ദേശത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ശ്രദ്ധയോടെ ദയവായി അടുത്ത ആഴ്ചയിൽ ഇതേ സമയം ഇതേ ചാനലിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം ചിന്തിക്കാം. ശ്രദ്ധയോടെ ഓർത്തിരുന്ന് കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ കൂട്ടായ്മയിൽ ദൈവം താങ്കളെ നടത്തുമാറാകട്ടെ.